നമസ്കാരം ഫ്രണ്ട്സ്, ജേണി ജസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ജോസ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വാൻകൂവർ US മിനിസ്റ്ററിലെ ഹയാക്ക് പരേഡിൻ്റെ കാഴ്ചകളാണ്. പരേഡ് മാത്രമല്ല കേട്ടോ, ഒരു ഫെസ്റ്റിവലും പിന്നെ അതിൻ്റെ കൂടെ ഒരു പരേഡുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പരേഡിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ആ കാഴ്ചകളിലേക്ക് ഈ ഹയാക്ക് പരേഡ് കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകതയായിട്ട് പറയുക, ഇവിടെ ബാരിക്കേഡോ അല്ലെങ്കിൽ വലിയ ഒരു സെക്യൂരിറ്റി ഫോഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ സൈഡിലിരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണുക. ശരിക്കും ഓരോരുത്തരുടെയും വീടിൻ്റെ മുന്നിൽ കൂടാണ് ഈ പരേഡ് കടന്നു പോകുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പരേഡ് എന്ന് പറയാം അല്ലേ. ഞാൻ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പരേഡുകൾക്കൊക്കെ എന്ന് വെച്ചാൽ പരേഡ് ഗ്രൗണ്ട് കാണും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമായിട്ടായിരിക്കും അത് ഒതുങ്ങുക. പക്ഷേ ഇത് കേട്ടോ, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഒരേപോലെ ആസ്വദിക്കാനും അതിനെ എന്താ പറയുക കണ്ട് മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ പരേഡ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോ ഇവിടെ എടുക്കാം, വീഡിയോ എടുക്കാം. അവർ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കാണിച്ച് അവർ വണ്ടിയോട് സ്റ്റോപ്പ് ചെയ്ത് നിർത്തും, അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കും. അത്രമാത്രം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പരേഡാണ്. ഇപ്പം ശരിക്കും കാനഡയുടെയും അതേപോലെ US മിനിസ്റ്റർ സിറ്റിയുടെയും പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലാണ് ഈ പരേഡ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വ്യാപാര സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറേ അധികം, അതായത് ഒരു സാധാരണ നമ്മൾ പരേഡ് എന്ന് പറയുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ പോലീസോ പട്ടാളമോ മാത്രമല്ല, ഈ സിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ എല്ലാ വെൻഡേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരേഡാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാർ, അതായത് യൂത്തുമുണ്ട്, പ്രായമുള്ളവരുണ്ട്, അങ്ങനൊരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു അനുഭവമാണ് ഈ പരേഡ് നമുക്ക് സമ്മാനിക്കുന്നത്. ആസ്വാദ്യകരമായ ഒരു പരേഡാണ്. നമ്മൾ സാധാരണ ഒരു ബസ്സിൽ പിടിച്ചിരുന്ന് കാണുന്ന ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ഫ്രീ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒത്തുവന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പരേഡായിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരേഡിലെ ഓരോ പ്ലോട്ടുകൾക്ക് നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന പ്ലോട്ടിൻ്റെ സമ്മാനമൊക്കെ ഉണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഓരോ ഫെസ്റ്റിവൽസിൻ്റെ പേരിലുള്ള പ്ലോട്ട്സും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തുടർന്ന് വരാനിരിക്കുന്ന ഓരോ സീസണിലെ ഓരോ ഫെസ്റ്റിവലും അവർ ഈ രീതിയിലാണ് അതിനെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയുള്ള പരേഡുകളിൽ വന്നിട്ട് അവരുടെ പ്ലോട്ട് അവർ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്കറിയാം തൊട്ടടുത്ത് വരുന്ന ഫെസ്റ്റിവൽ വരുന്നുണ്ടെന്ന്. അപ്പോൾ ആ രീതിയിലുള്ള കുറേ അധികം പ്ലോട്ടുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പരേഡിൽ കുറേ അധികം കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ പ്രധാനപ്പെട്ട കാഴ്ചകൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം തന്നെ ഏകദേശം
1 മണിക്കൂറാകും ഈ പരേഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ കുറേ അധികം കാഴ്ചകൾ നമ്മൾ മുന്നിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാൻ പിക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് വന്ന് കാണുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വന്ന് ഇത് ആസ്വദിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫീലും വൈബും ഒക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുക. പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് ആ വൈബ് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഈ പരേഡിൻ്റെ കാഴ്ചകളിലൂടെ. ഈ കാണുന്ന ഒരു മ്യൂസിക് സ്കൂളിൻ്റെ അഡ്വർടൈസ്മെൻ്റാണ് ബാംഗ്ലൂരിലുള്ളത്. ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുക. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ വെറുതെ ഫ്ലെക്സോ അല്ലെങ്കിൽ വലിയ അഡ്വർടൈസ്മെൻറ്റോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പരേഡിനകത്ത് നമ്മൾ കാണുന്നത്. ഇതാ ഈ കേട്ടോ, ഈ വരുന്നതാണെങ്കിൽ തന്നെ ആപ്പിൾ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട്, അതായത് ആപ്പിൾ ബ്ലോസം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഇവിടുത്തെ ഫാർമേഴ്സിൻ്റെ ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ ആ ഒരു ഫെസ്റ്റിവലിനെ അവർ ഈ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് മനോഹരമായിട്ട് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഈ ഒരു പരേഡിൻ്റെ ഭാഗമാക്കാനും പറ്റും. നമുക്ക് മറ്റൊരു വലിയൊരു കട്ടൗട്ടിൻ്റെയോ ഇതിനേക്കാളൊക്കെ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. ഇത് കെലവണ സിറ്റിയുടെ ഒരു പ്ലോട്ടാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് അവരുടെ മെയിൻ അട്രാക്ഷൻസൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു സമ്മറിൽ പോയിട്ടൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കെലവണ വഴിയാണ് പോയത്. അപ്പോൾ ആ സിറ്റിയാണ് ഈ രീതിയിലൂടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡാൻസ് സ്കൂളിൻ്റെ പ്രസൻറ്റേഷനാണ്. സിൽവർ ഡയമണ്ട് കൺട്രി ഡാൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ പ്രസൻറ്റേഷനാണ്. അതൊക്കെ മനോഹരമായ രീതിയിലുള്ള ആ ഒരു കൺട്രി ഡാൻസ് അല്ലേ, അടിപൊളി. ഇതൊരു സൈക്കിൾ യാക്ടൊന്നും അല്ല കേട്ടോ, ഒരു ബൈസൈക്കിൾ കമ്പനിയുടെ പരസ്യമാണ്. ഇതാ വെറൈറ്റി സൈക്കിളുകൾ ഇവിടെ ഉണ്ട്. ചെറുത് വലുത് അങ്ങനെ എല്ലാ വെറൈറ്റി ടൈപ്പ് സൈക്കിളും ഉണ്ട്. കണ്ട് ഇവിടെ ടബിനകത്ത് വരെ സൈക്കിളുണ്ട്. അപ്പോൾ കിടന്നു പോകുന്നതുകൊണ്ട്, ഇരുന്ന് പോകുന്നുണ്ട്, നിൽക്കാവുന്നതുകൊണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സൈക്കിൾ. ഇതാ അങ്ങനെ ഈ പുള്ളിയുടെ ടബ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടബിനകത്ത് പുള്ളി കയറിയിരുന്നു. ഇതാ എഞ്ചിനൊക്കെ വലിച്ച് നേരെ ഇപ്പോൾ ഇതിവിടെ പറക്കും. അപ്പോൾ അതൊക്കെയാണ് ഒരു വെറൈറ്റി മാർക്കറ്റ് ടെക്നിക്സ് അല്ലേ. ഇതാ ടബിൻ്റെ മണ്ടേ കുറേ ക്ലോത്ത്സൊക്കെ ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യണം കേട്ടോ. അതൊക്കെ ആ ബൈസൈക്കിളിൻ്റെ ഭാഗമാണെന്ന് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അവരോട് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Young lady, here we go.
just by signing my niece. Rabbit foot on the street. Happiness if you want the rest. No rabbit foot can break. Come on and be my little. ഇത് സ്റ്റീവ്സൺ സാൽമൺ ഫെസ്റ്റിവലിൻ്റെ ഡിസ്പ്ലേ ആണ്. ജൂലൈ 1 അത് നടക്കുന്നത്. ഇവിടെയുള്ളവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവലാണ് സ്റ്റീവ്സണിലെ ആ ഫെസ്റ്റിവലും. നമ്മളങ്ങനെ പരേഡിൻ്റെ കാഴ്ചകളൊക്കെ അവസാനിച്ചു. ഇനിയിപ്പോൾ ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളിലേക്കാണ് പോവുക. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 2.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു പരേഡാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഈ 10-15 മിനിറ്റിനകത്ത് കാണിച്ചത്. അപ്പോൾ എല്ലാം ഇത് കണ്ടതിന് ശേഷം നമ്മളിത് എല്ലാവരുടെയും കൂടെ ഇനി ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഫെസ്റ്റിവൽ ഗ്രൗണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നിറച്ച് ഫുഡ് കൗണ്ടർ, അതേപോലെ തന്നെ കുറേ ബ്രാൻഡിൻ്റെയൊക്കെ അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വൈബിനകത്തൂടെ അല്ലേ, ആ ഒരു ആൾക്കൂട്ടത്തിനകത്തൂടെ ഇങ്ങനെ നടന്ന് കഴിയുമ്പോൾ കിട്ടുന്ന നമുക്കൊരു വൈബുണ്ടല്ലോ, അതൊരു അമേസിങ് തന്നെയാണ്. നമ്മൾ ശരിക്കും ഏത് രാജ്യത്താണേലും ആൾ കൂടി കഴിയുമ്പോൾ അതിനകത്തൊരു പ്രത്യേക ഒരു എന്താ പറയുക എനർജി നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെ ഏത് കൗണ്ടറിൽ പോകണം, എവിടെ നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. കുറേ അധികം ഗിഫ്റ്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ സ്പിൻ വീൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അതിനകത്ത് നമുക്ക് ഗിഫ്റ്റ്സ് കിട്ടും. അത് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ഒരു ലൈനിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. പ്ലാനറ്റ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സ്പിൻ വീലാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുള്ള എന്ത് സാധനമാണോ അത് നമുക്ക് കിട്ടും. എന്തായാലും കാത്തിരുന്ന് നമ്മളെത്തി ഇതാ സ്പിൻ ചെയ്യുന്നു. അപ്പോൾ ഇതാ നമുക്കൊരു ബോട്ട്, താങ്ക് യു, ഇതാ ഒരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ താഴോട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെ കുറേ അധികം പരിപാടികളുണ്ട്. നമ്മൾ കുറച്ച് ലൈനപ്പൊക്കെ നിന്നാൽ മതി. നല്ല ഫുഡ് കിട്ടും, അതേപോലെ തന്നെ നല്ല ഗിഫ്റ്റ്സ് ഒക്കെ അവർ തരും. കീ ചെയിന്, ക്യാപ്സ്, അങ്ങനെയൊക്കെയുള്ള ടീഷർട്ട്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കേട്ടോ. ശരിക്കും ഇതൊക്കെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ അതൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ആൾക്കാർക്ക് പ്രയോജനമുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ്.
Or do you want this one? Pick a glass. സാൻഡ് ബാഗ് ത്രോ ചെയ്തപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ അവസാനം കാണിക്കാം കേട്ടോ. ഈ കാണുന്നത് ഈ ഫെസ്റ്റിവലിൽ ഫുഡ് ട്രക്സ് ഒക്കെ പാർക്ക് ചെയ്തിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഇവിടെ കുറേ അധികം കൗണ്ടേഴ്സായിട്ടും ഉണ്ട്, അതേപോലെ തന്നെ കുറേ അധികം ട്രക്കുകളും ഉണ്ട്. അപ്പോൾ ഫുഡ് ട്രക്കിൽ പോയിട്ട് നമുക്ക് ഫ്രഷ് ഫുഡ് കഴിക്കാം. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നല്ല ചൂട് അല്ലേ, ചൂട് പറക്കുന്ന ഫുഡ്. കുറേ അധികം ട്രക്സ് ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും നല്ല ലൈനപ്പ് ഉണ്ട്. വലിയ തിരക്കില്ലാത്തൊരു സ്ഥലം തപ്പി നടക്കുകയാണ് ഞാൻ. അതേപോലെ രുചിയായിട്ടുള്ളൊരു ഫുഡ് വേണമല്ലോ. അപ്പോൾ എന്ത് എടുക്കണം, എവിടെ നിന്ന് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുക. കുറേ അധികം ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ അതിനകത്തൂടെ ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ഒരു ബർഗർ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബീഫ് ബർഗറിൻ്റെ പാറ്റിയൊക്കെ വളരെ ഫ്രഷാണെന്ന് പറയുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ ബർഗർ കിട്ടി കേട്ടോ. ഡബിൾ ചീസ് ബർഗർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല ബീഫ് ബർഗറാണ്. ആവി പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തട്ടുകടയിൽ കഴിക്കുന്ന പോലെ നമ്മൾ സ്ട്രീറ്റ് ഫുഡൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് സാധനമായിരിക്കും. ഒന്ന് കഴിച്ചു വെക്കാം കേട്ടോ. സ്മോക്കി ഫ്ലേവറോട് കയറി വന്നിട്ട് ബീഫ് നന്നായിട്ട് നല്ല വെൽ കുക്ക്ഡാണ്. അതിന് കൂടി നമുക്ക് ആ സോസും അതേപോലെ തന്നെ ലൈറ്റൂസും ഓനിയനും കൂടി ചേർന്നിട്ടാണ് വരുന്നത്. നല്ല കിടു ടേസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇവിടെ കുറേ ഫുഡ് ട്രക്ക് ഉണ്ട്. എല്ലായിടത്തും ഭയങ്കര ലൈനപ്പാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഇത് തന്നെ ഇത്രയും നേരം നിന്നിട്ടാണ് കിട്ടിയോ. കഴിച്ചുകൊണ്ട് നിന്ന പരിപാടി അങ്ങ് നിർത്താൻ വെച്ചു. വേറെയൊക്കെ ഇനിയും പോയി കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് എടുക്കും നമുക്ക് ആ ഫുഡ് കൈ കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇത് തന്നെ ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ എടുക്കും നമ്മുടെ കയ്യിൽ ഈ ഫുഡ് കിട്ടാൻ. അത്രമാത്രം തിരക്കാണ്. എന്തായാലും ഉത്സവ പറമ്പിലെ പോലെ ആൾക്കാർക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു സന്തോഷമാണ്. ഈ ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഫെസ്റ്റിവലിൽ വന്നപ്പോൾ കിട്ടിയ കുറേ ഗിഫ്റ്റ്സാണ്. ഇത് കണ്ടു, ഇതാ ഒരു ചൈനീസ് ഗിഫ്റ്റാണ്. അപ്പോൾ അത് 2 നമുക്ക് അവർ തന്നായിരുന്നു. പിന്നെ ഇതാ ഈ വലിയൊരു ബാഗ്, നമ്മൾ ആ ഒരു സാൻഡ് ബാഗ് ത്രോ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ്. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിനകത്ത് വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റാണ് പ്ലാനറ്റിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ. പിന്നെ ഇതാ ഒരു ഗ്ലാസ് ഉണ്ട്. സ്റ്റീലിൻ്റെ ഒരു കപ്പാണ്. ഇതാ കേട്ടോ, നല്ല അടിപൊളി ഒരു കപ്പ്. പാക്കറ്റൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു അടിപൊളി സാധനം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇങ്ങനെയുള്ള ഫെസ്റ്റിവലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാറുള്ള ഗിഫ്റ്റുകളൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നമ്മൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.